നോക്കല്ലേ നീ ഒരു തീ. പാട്ടുപാട് പാട്ടുപാട്. ആ തീ തീ നോക്കല്ലേ നീ ഒരു തീ. പപ്പ ഞങ്ങൾ പൊട്ടിട്ടില്ല പപ്പ. അതിനും കൂടി ചേർത്ത് നീ ഇടുന്നുണ്ടല്ലോ. നമസ്കാരം. ഇവിടെ പോവല്ലേ അമ്പു ചാച്ച. പപ്പായെ കൊണ്ടുപോകത്തില്ല. പപ്പയെ കൊണ്ടുപോകത്തില്ലയോ? പപ്പയെ കൊണ്ടുപോകത്തില്ലയോ? ഹലോ, ഞാനാ നിന്റെ പപ്പ. അമ്മുക്കുട്ട ഹണി എടുത്തിട്ട് ആരാണോ? ആരാ ആരാ ഗൈസ്? അപ്പൊ ഇന്നൊരു പ്രത്യേക ദിവസമാണ് ഗൈസ്. അല്ലേടാ അമ്പു? അമ്പു ഓ, ഇന്ന് ഞങ്ങളുടെ അമ്പുക്കുട്ടീന്റെ എന്തോ പറഞ്ഞു കൊടുത്തേ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേ. ഓയ് ഓയ് ആ എന്താ നീ ഇപ്പൊ പറഞ്ഞേക്കൊന്ന് മനസ്സിലായിരുന്നു. ചേച്ചി ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? ഫെബ്രുവരി 25 ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നേ. ഇന്ന് 25. നമ്മൾ ഇന്ന് കൊണ്ടുപോയി അമ്പുവിന് കാത് കുത്താൻ പോവാ. എന്ത് പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഫോട്ടോ നീ എന്ത് പറഞ്ഞ മനസ്സിലായില്ല. അമ്പുവിന് അമ്പുവിന്റെ ബർത്ത്ഡേ 4-ാം തീയതി അല്ലേ? ശരിക്കും അമ്പുവിന്റെ ഡേറ്റ് എന്നായിരുന്നു? ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത് എന്നായിരുന്നു? ഡെലിവറി ഡേറ്റ് ആദ്യം പറഞ്ഞിരുന്നത് 25 അല്ലേ? നമ്മൾ ഇന്ന് 25 പ്രമാണിച്ച് നമ്മളെ കൊണ്ട് കാത് കുത്താൻ പോവാ. അയ്യോടാ, ഞാനും അമ്പു സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന സാധനം കാത് കുത്ത്. ഗൈസ്, ഞങ്ങള് സർപ്രൈസ് എന്ത് പറഞ്ഞ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ എന്റെ അമ്പു നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, നല്ല സന്തോഷത്തിലാണ് ഗൈസ്. ഇപ്പൊ ഒരു അരമണിക്കൂടെ കഴിയുമ്പോഴത്തേനും അമ്പു ഇതിപ്പോ എന്താ സംഭവം അറിയാമോ? എന്റെ ടീഷർട്ടിന്റെ പുറകിലത്തെ പ്രിന്റ് ഉണ്ട്. അപ്പൊ പ്രിന്റിൽ പിടിക്കാൻ വേണ്ടി എണീക്കുന്നത്. ഞങ്ങൾക്കൊരു കുട്ടുമക്കൂട്ട് ഉണ്ട്, കാണിച്ചു തരട്ടെ എല്ലാവർക്കും. അങ്ങോട്ട് നോക്കി, ക്യാമറ നോക്ക്. ഞങ്ങളുടെ കുട്ടുമക്കൂട്ട് കാണിച്ചു തരാവേ. കുട്ടുമക്കൂട്ടു കണ്ട, ഇങ്ങനെ ഞങ്ങള് ഇനിയുണ്ട് കുട്ടുമക്കൂട്ടു ഉണ്ട്. പപ്പായി നോക്ക് കുട്ടുമക്കൂട്ടു. അന്നേരം ഞങ്ങൾ മിണ്ടാതിരിക്കില്ല, ഞങ്ങൾ ഫോട്ടോ കുത്താൻ സമ്മതിക്കത്തില്ല. അവിടെയുണ്ട്. എവിടെ? കുട്ടുമക്കുട്ട് പാടിക്കേ. കുഞ്ഞിനറിയാലോ, പാടിക്കേ. കുട്ടുമക്കുട്ടു പാട്ട് പാടിക്കേ. കുട്ടുമക്കുട്ട് പാടിക്കേ. ഇനി വരുവാണേ അമ്മ കുട്ടുമക്കുട്ട് കുത്താൻ വരുവാണേ. പപ്പായി നോക്ക് പൊണി നോക്ക്. കുട്ടുമക്കുട്ട് പറ. കുട്ടുമക്കുട്ട്. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല ഗൈസ്. നമ്മള് നമ്മുടെ അമ്പുക്കുട്ടിയുടെ കാത് കുത്താൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മള് വേദന ഇല്ലാതെ എവിടെ കുത്തുന്നു കുറെ അന്വേഷിച്ചു. അപ്പൊ പലയിടത്തും വേദന ഇല്ലെന്ന് പറയുന്നു, പക്ഷെ കുത്തി കഴിയുമ്പോൾ ചിലപ്പോ വേദനിക്കുമെന്ന് പറയുന്നു. അപ്പൊ അത് കാരണം നമ്മള് എന്നാ ചെയ്തപ്പോ അത് കാരണം നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ നമ്മൾ അമ്പുവിനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോ ഹോസ്പിറ്റലിൽ തിരക്കി. അപ്പൊ അവിടെ വേദന ഇല്ലാതെ കുത്തുമെന്ന് പറഞ്ഞു. നമ്മൾ അമ്പുവിന്റെ പനി മാറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. പനി മാറും, ചുമ മാറും, തുമ്മൽ വരും. അങ്ങനെ കംപ്ലീറ്റ് ഞങ്ങൾ ബിസി ഷെഡ്യൂളിലായിരുന്നു അല്ലേ അമ്പൂട്ടെ? അപ്പൊ ഫൈനലി കണ്ട് അമ്മൂന്റെ പനിയൊക്കെ മാറി കുറച്ച് ദിവസങ്ങളൊക്കെ ആയി ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചെന്ന് എത്രയും പെട്ടെന്ന് മിനിഞ്ഞാന്ന് നമ്മൾ പോകാന്ന് വിചാരിച്ചപ്പോ മിനിഞ്ഞാന്ന് രാവിലെ അമ്പൂന് ഒരു ചൂടടിച്ചു, മാറ്റി വെച്ചു. ഇന്ന് രാവിലെ അമ്പൂന് ഒരു ചൂടടിച്ചു. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ നല്ല ചൂടാണോ എനിക്ക് ഡൗട്ട്. അമ്പൂന്റെ കയ്യിൽ എന്താ മോനെ? എനിക്കൊരു ഡൗട്ടേ, ഈ വേദന ഇല്ലാതെ കാത് കുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ വേദനിക്കുമോ? ഞാൻ പിടിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം വരും. എന്താടി പപ്പ പിടിക്കാവോ? ഞാൻ നോക്കിക്കോ, ഞാൻ എന്റെ കൊച്ചിനെ ഞാൻ മുറുകി പിടിച്ചു വെച്ചോളാം. വരത്തില്ലല്ലോ പക്ഷെ നിങ്ങൾക്ക്. അതാ വിഷയം. അപ്പൊ പപ്പ അടുത്ത് വരുമോ? പപ്പ എന്തേ? ഗൈസ്, എന്റെ കെട്ടിയോണ്ട് ഒരുക്കി കാര്യമില്ല. ഞാൻ ഇത്ര നേരം അമ്പൂന് ഒരുക്കുമല്ലായിരുന്നു. ഇവിടുന്ന് മാറിക്കിരി. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? നല്ല രസമുണ്ട്. പപ്പായും മോളെ നല്ല രസമുണ്ട്. കണ്ണന്റെ കൊച്ചന്റെ കൂടെ വരുവാ. അമ്പുപ്പെണ്ണേ, അമ്പു മാലയുണ്ട്. ഇനി ഇവിടെ രണ്ട് ഞങ്ങൾ ഇപ്പൊ പോകുമ്പോ ഞങ്ങളുടെ കാതില് കമ്മലില്ല ഗൈസ്. പക്ഷെ ഞങ്ങൾ നമ്മള് മേടിച്ച കമ്മലല്ലോ ഇപ്പൊ ഇടുന്നത്. എന്തായാലും കാര്യം കമ്മൽ വരുമല്ലോ. ഞാൻ പറഞ്ഞു വരുമല്ലോ.
അതിനൊക്കെ ഇനി അത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഈ ഡോക്ടറിനെ കമ്പനി എടുക്കുക. ഡോക്ടർ നിങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങളുടെ കമ്പനി ഇട്ടാ വരുന്നതാണ്. പിന്നെ അല്ലാതെ ഗൈസ്. അപ്പൊ നമ്മള് തിരിച്ചറിയുമ്പോ നമ്മുടെ അമ്മുവിന്റെ ഈ കുഞ്ഞിക്കാത് സോറി ഇവിടെ നിന്നൊരു യുദ്ധഭൂമി ആക്കിയാലേ പപ്പ. കഴിഞ്ഞോടാ? കഴിഞ്ഞെങ്കിൽ ഗൈസ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഇറങ്ങിയിട്ട് കാര്യം ഡോക്ടർ 11 മണിയോ 12 മണി വരെ ഉള്ളല്ലോ. ഏകദേശം 10:30 അപ്പൊ നമുക്ക് ടർക്കി എന്തേ? എടി നീ പിന്നെ എന്തുവാടി എടുത്തോണ്ട് പോന്നേ? നീ എന്റെ അമ്മനെ തോന്നിട്ട് നീ എടുത്തു. ഗൈസ് അങ്ങനെ നമ്മള് ഇതിന്റെ വീട്ടിൽ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോണേ. നമ്മള് ബാ വാടാ. ഡ്രസ് ഉണ്ടോ? എന്റെ ഡ്രസ് നമ്മള് അമ്മന്റെ ബർത്ത്ഡേക്ക് ഇട്ടത്. അമ്മൂട്ടെ മാമിക്ക് ടാറ്റ കൊടുത്തട്ടെ. ഉമ്മ കൊടുത്തരും. ബ്ലാങ്കിസോട് അങ്ങനത്തെ ഉമ്മ മാമിക്ക് കിട്ടത്തില്ല. ബ്ലാങ്കിസോട് അതേ കൊടുക്കത്തുള്ളൂ. പോയിട്ട് വരാം. എന്നെ ഗേറ്റ് അടച്ചിട്ടാരേ. എന്റെ ഉള്ളിലാണല്ലോ അമ്പു കത്തുന്നേ. കത്തട്ടടാ ഇപ്പൊ കത്തി തീരട്ടില്ല. ഗൈസ് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല മഴക്കോളായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കുറെ നാളിന് ശേഷം മഴക്കോളൊക്കെ ആയിട്ട് തണുത്ത് ഇരിക്കാൻ. ഗൈസ് പൊന്നെ എന്താണ്ട് ഒരു വലിയ കാര്യം പറയാൻ വേണ്ടി വന്നേ കേട്ടോ. എന്തോ പറയാൻ വന്നേ മാറും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? എല്ലാം കഴിഞ്ഞ് ഡോറും ക്ലോസ് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കാലിൽ ചെരുപ്പ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ എന്തോ എടുത്തിട്ട് ഇല്ല, നമുക്ക് അവിടെ പിരിവ് നടത്താം അല്ലേ? എന്തിനാ ചെരുപ്പ് മേടിക്കാൻ? എല്ലായിടത്തും ഇപ്പൊ മാങ്ങ കളിച്ചു നടക്കല്ലേ? മാങ്ങ സീസണോ? നമ്മുടെ അവിടെ ഉണ്ട് ചെറുതായിട്ട്. നമ്മുടെ അവിടെ നിൽക്കുന്ന മാവ് 3 ഒഴിച്ച് ബാക്കിയെല്ലാം കായ്ക്കും അല്ലേ? പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം കായ്ക്കാത്ത മാവ് നമ്മുടെ കായ്ച്ചു. എത്ര മാങ്ങ ഉണ്ട് ചോദിക്കാൻ? ഒറ്റ മാങ്ങ. കന്നിമാങ്ങയല്ലേ? കന്നിമാങ്ങ അല്ല. കഴിഞ്ഞ വട്ടം അതിന് മുമ്പത്തെ വട്ടം എങ്ങാണ്ട് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് നാളെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലോ? അമ്പു തുടങ്ങിയിട്ടുണ്ട്. എന്തിനാന്നറിയാം? അമ്പുവിന്റെ കുറുക്കെടുക്കാൻ വേണ്ടിട്ട്. ബൊബോ വരുന്നുണ്ടേ. ബൊബോയേ അമ്പുവിനെ പിടിച്ചോ. അമ്പു അറിയവിടെ? ഓറിയങ്ങണ്ട് ഏട് പോവാ? ഓറിയങ്ങണ്ട് ഏട് പോവാ? കാത് കെത്താൻ പോവാനോ? ഓറിയോക്കാണോ കാത് കെത്തുന്നേ? ഇത് ഞങ്ങളുടെ ഓറിയോ, അമ്പുവിന്റെ ഓറിയോ അല്ലേ? ഓറിയോ എന്ന് വാവ പഠിക്കാമ? ഒന്ന് കെട്ടിപ്പിടിച്ച് ഓറിയോ. കെട്ടിപ്പിടിച്ച് ആ വാവോ. വാവ പറ. ഓ നമുക്ക് വെറുതെ അല്ല ഇപ്പൊ രാവിലെ കറണ്ട് പോയത്. ഇവിടെ പണി നടക്കും. നമ്മുടെ വീട് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിലല്ലേ വീട്? പവർ ഹൗസ്. പവർ ഹൗസിന്റെ കീഴിലാണോ? എല്ലാരും ഈ നമ്മളിപ്പോ എന്താണ് പവർ ഹൗസിന്റെ കീഴിലാണ് ഈ കറണ്ട് പോകത്തില്ലല്ലോ എന്നായിരിക്കും വിചാരിക്കുന്നത്. ഞാൻ 24 മണിക്കൂറും കറണ്ട് പോക്കാം. അമ്പു കരയായിരുന്നാ മതിയായിരുന്നു. അമ്പു എന്തായാലും അത് കുത്തുമ്പോ കരഞ്ഞില്ലെങ്കിലും ചിലപ്പോ ഡോക്ടറിനെ കാണുമ്പോ കരയും. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അമ്പു എന്തായാലും എന്റെ കയ്യിൽ ഇരിക്കാൻ ചാൻസ് ഇല്ല. നല്ല ഇരിക്കത്തില്ല. പൊന്നാടല്ലേ ഇരിക്കത്തുള്ളൂ. ഇനി പൊന്നാട് തിരിഞ്ഞ് കരയോ എന്നാ പേടി. ഇവിടുത്തെ സർക്കസിന്റെ എല്ലാം കഴിഞ്ഞത് ഇന്നലെ കഴിഞ്ഞ ഇന്നലെ പൊളിച്ചല്ലോ. ഫുള്ള് സാധനം ഒരു പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തല്ലേ? ഒരു പ്രത്യേക കഴിവ് കേട്ടോ. സർക്കസ് ഒക്കെ വന്നു കഴിഞ്ഞാല് സഡൻ ആയിട്ട് ഇവര് തീർന്ന് പൊളിച്ചടുക്കി. അവിടെ പത്തനംതിട്ടയുടെ മുഖച്ഛായ മൊത്തത്തിൽ മാറാണ്. എവിടെ നോക്കിയാലും എല്ലായിടത്തും വികസനം. അതിന്റെ സ്റ്റേഡിയം ഒക്കെ ഇപ്പൊ സെറ്റ് ആവും. വികസനം വരട്ടെ അല്ലേ? പത്തനംതിട്ട അറിയത്തില്ല, പത്തനംതിട്ട പട്ടിക്കാടാ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കൊക്കെ. നിങ്ങൾക്ക് പത്തനംതിട്ട
പത്തനംതിട്ട വന്ന് പത്തനംതിട്ട ജില്ല എന്താന്നൊക്കെ ഒന്ന് അറിയണം guys. എല്ലാരും പത്തനംതിട്ട ജില്ലയിലൊന്നും ഇല്ല, നമ്മള് പോലെ ഒന്നും കണ്ടിട്ടില്ലല്ലേ? പത്തനംതിട്ടയിൽ ഒന്നും കണ്ടു തീർക്കാൻ പറ്റത്തില്ല പെട്ടെന്ന്. ഒരുപാടുണ്ട് കാണാനും അറിയാനും. പലരും പല ജില്ലകളെ പറ്റി പറയുമ്പോഴേ അവരുടെ ജില്ലകളിൽ ഇന്ന സാധനങ്ങളുണ്ടല്ലോ, ഇന്ന കാഴ്ചകളുണ്ടെന്ന് പറയുമ്പോഴേ നമ്മുടെ ജില്ലയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോലും ഒറ്റ മനസ്സിലാവത്തില്ല. എല്ലാരും വന്ന് കണ്ടു നോക്ക്. ഒരുപാട് പേര് പറയുമല്ലോ. പിന്നെ സാർ അവിടെ സെന്റർ പോഷൻ ബ്ലോക്ക് ആയിരിക്കും. പറഞ്ഞു പോകാനാണോ? അപ്പൊ നമുക്ക് ഈ റോഡ് പോകാൻ പറ്റില്ല കേട്ടോ, അങ്ങോട്ട് ബ്ലോക്ക്. അപ്പൊ നമുക്ക് റോഡ് തിരിക്കണം. കറങ്ങാൻ വരുന്നില്ലല്ലോ. നമുക്ക് എന്നാ അതിലും പേര് ഇപ്പുറത്തോടെ പോകുന്നില്ല. ഇതുവഴി ഏതുവഴി പോകാൻ വേണ്ട മനസ്സിലായി. ഓ അങ്ങ് ചുറ്റിക്കറങ്ങി പോകാനായിരിക്കും. ഇച്ചിരി റിസ്കി ഫാക്ടർ ആണല്ലോ. ഇതാണ് വികസനം വരുമ്പോ ഉള്ള കുഴപ്പം. വികസനം വരുമ്പോ നമ്മള് ഒരു മണിക്കൂർ അല്ല ഒരു കിലോമീറ്റർ പോകേണ്ട സാധനം ചിലപ്പോ ഒരു 10 കിലോമീറ്റർ ഒക്കെ കറങ്ങണ്ട വരും. അത്രേ ഉള്ളൂ. ഒരു വണ്ടി കയറി വരുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ ഓക്കെ സാർ, താങ്ക് യു. ഇവിടെ നല്ല അന്തരീക്ഷത്തില് ഒരു കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇതുവഴിയുള്ള വണ്ടി പോകുന്നത് ഹോസ്പിറ്റലിൽ പോകുന്നതാണെങ്കിലോ? പിന്നെ നമ്മള് ഇതെല്ലാം ഹോസ്പിറ്റലിൽ പോകുന്നത്. വികസനത്തിന്റെ ഭാഗമായിട്ട് റോഡെല്ലാം ഇവിടെ അസറ്റ് ഹോംസാ വരുന്നുണ്ടോ? പൊളിച്ചു മാറ്റിയിരിക്കാട്ടോ. അസറ്റ് ഹോംസ് അസറ്റ് അല്ലേ ഇത്? വന്നു കഴിഞ്ഞു ഇനി എന്നാ ആയോ? ഇല്ല, ഉദ്ഘാടനം ആയില്ലല്ലോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മള് കുറച്ച് കറങ്ങണം കേട്ടോ. നമ്മളിപ്പോ പോയത് മെയിൻ ആയിട്ട് പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന റോഡായിരുന്നു. ഷോർട്ട് കട്ടാണ് നമ്മുടെ. വികസനങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ വികസനങ്ങൾ നമുക്ക് ഭയങ്കര അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സ്പേസ് കുറവായത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ സംഭവം എല്ലാം വന്നു കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ഇതിവിടെ നോക്കി നല്ല വ്യൂ. പാറ അയ്യോ കാണുന്നില്ല. അതാണ് ചുറ്റിപ്പാറ. ചുറ്റിപ്പാറ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മള് ശരിക്കും വണ്ടി പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. നേരെ പോകുന്നുണ്ടോ? മുത്തൂരിലോട്ട് പോകുന്ന വണ്ടി ആയിരിക്കും. നമ്മള് ശരിക്കും പത്തനംതിട്ട ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടൗൺ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ലാൻഡ്മാർക്ക് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിപ്പാറയാണ്. എനിക്ക് എന്റെ ചെറുപ്പം തൊട്ട് കൂടുതൽ ഞാൻ ഈ ചുറ്റിപ്പാറ കണക്കില്ലാതെ ഞാൻ പോയിട്ടുണ്ട് ചുറ്റിപ്പാറ. പക്ഷെ പൊന്നയുടെ കുടുംബ വീട് തന്നെ ആ പാറയുടെ അടുത്തായിട്ട് ഇതുവരെ ആ പാറ കേറിയിട്ടില്ല. ഒരു വട്ടം പോലും അവിടെ കേറണം. അത് കിടന്ന് കയറത്തെ പോയിട്ടില്ല. അതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇനി പോകണം. എന്തുകൊണ്ടാ പേടിയായിരിക്കും? അല്ല എനിക്ക് പേടിയില്ല. നിനക്ക് പേടിയാ? എനിക്ക് അങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എന്തിനു പേടി? അമ്പൂനെ കൊണ്ട് പോണം നമുക്കൊരു ദിവസം. അതല്ല തന്നെ നടക്കാൻ വയസ്സായി, ഇനി അമ്പൂനെ എടുത്തോണ്ട് പോണെന്ന്. എന്താന്നറിയത്തില്ല. മണിക്കൂറിലെന്തോന്ന് വയസ്സ് എന്താ അമ്പു ഇവിടെ ഷീൽഡ് ഒക്കെ എടുത്ത് എന്താ കാണിക്കുക? അരമണിക്കൂറോ? അരമണിക്കൂർ അങ്ങനല്ല, ഞാൻ അതിശോക്തി പറഞ്ഞു. 10 മിനിറ്റ് പോലും വേണ്ട ചെല്ലേണ്ട സ്ഥലത്ത് നമ്മളിപ്പോ ഏകദേശം 2 മണിക്കൂറുകളെ കറക്കമാണ്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലേ അവസ്ഥ. കാറിന്റെ ഫ്രണ്ട് നോക്കട്ടെ. എന്താ കാറിന്റെ ഫ്രണ്ട് നോക്കട്ടെ? ഞങ്ങൾ അവിടെ നിന്ന് എത്തിക്കാവോ? അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് നോക്കി തരാടാ. ഫ്രണ്ട് നോക്കി നമുക്ക് പുറത്തെ വീല് വേണ്ടേ? പിന്നെ ഒരു കാര്യം, ഫയർഫോഴ്സിന്റെ അടുത്തേനാണ് ഓടി. ഞാൻ തമാശ പറഞ്ഞ, ഞാൻ സൈഡിൽ ചരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചത്. അയ്യോ സോറിയടാ കുഞ്ഞാ, എന്റെ കൈ അവളുടെ തലയിലിടിച്ച് ഞാൻ മൈൻഡ് ചെയ്തില്ല. അതിന് എന്നെ തടവി കാണിക്കും. ഇത് നോക്കിക്കോ ഒരാൾ ഈ കാണിക്കുന്ന എന്തു കാണിക്കുവായേ? ഷീൽഡിനകത്താ കുഞ്ഞേ. അമ്പുവനെ, അയ്യോ അമ്പുനെ കാണുന്നില്ല പപ്പാ. അമ്മ എവിടെ? അമ്പുവേ. അങ്ങനെ നമ്മള് കറങ്ങി തിരിഞ്ഞ് ചുറ്റി തിരിഞ്ഞ് അബാന്റെ ഫ്രണ്ടിലെത്തി. നേരത്തെ ഇതുവഴി നല്ല തുറന്നു കിടന്ന റോഡായിരുന്നു. ഇതിപ്പോ ഫുള്ള്
പാലത്തിന്റെ പണികളൊക്കെ ആയിട്ട് അടഞ്ഞിറങ്ങുകയാണ്. അപ്പൊ നമ്മളിനി അഡ്വഞ്ചർ ആണ്, ഫുൾ അഡ്വഞ്ചറാ. എടാ പിടിച്ചിരുന്നോ? അമ്പോ നമ്മള് വണ്ടർലൈനിലാണേ. വണ്ടി എന്തോ സംതിങ് പ്രോബ്ലം വീണതാ, ഫ്രണ്ടില് വീണതുകൊണ്ടായിരുന്നു. കേൾക്കാൻ പറ്റുമായിരിക്കും. ഞാൻ വിചാരിച്ചതും കുറച്ച് റിസ്ക്കാണ്. സ്കൂട്ടറുകാർക്കായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ചെറിയ കല്ലുകളൊക്കെ തെറിക്കുമ്പോഴേ. പക്ഷേ ഒരു കാര്യം ഉണ്ടോ, ഇത്ര വലിയൊരു പണി നടക്കുമ്പോ അവര് ചെറിയൊരു ഇതാണെങ്കിലും കട്ട് ചെയ്ത് തന്നല്ലോ പോവാൻ. ഇല്ലെങ്കിൽ തന്നെ ഈ കുമ്പഴക്കോ അല്ലെ കോന്നിക്കൊക്കെ നല്ല പിസ്ത കളറിൽ വരുന്നല്ലോ. എങ്ങോട്ടാണ് പോന്നേ? പിന്നെ ഇച്ചിരി വലിപ്പവും ഹൈറ്റ് ഒക്കെ കുറവല്ലയോ? ചേട്ടൻ ഭയങ്കര ഗൗരവത്തിലാണല്ലോ. ഇതൊക്കെ സൈക്കിൾ ഓടിക്കുന്ന ലാഘവം. അതങ്ങോട്ടൊന്ന് നീക്കിട്ടെ. ഇത് തന്നെ കാലും കൊണ്ട് തുഴഞ്ഞാ ഞാൻ പോന്നെ. ഒന്നുകൂടെ പറഞ്ഞ സത്യാവസ്ഥ. അതോ അപ്പുറത്ത് ഓപ്പൺ ചെയ്തു അതുവഴി അപ്പൊ ഈ ക്രീം വന്നില്ലയോ അല്ലേ? നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്, നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കാത്തതുകൊണ്ട് നമ്മൾ കറങ്ങി. ചിന്തിച്ചില്ല. എന്റെ ബുദ്ധി ഇല്ലാത്ത ഭാര്യ എനിക്കത് പറഞ്ഞു തന്നില്ല. ഇപ്പൊ നമ്മൾ ഈക്വലായില്ലേ? നമ്മള് ഹോസ്പിറ്റലിൽ എത്താറായി. ഹോസ്പിറ്റൽ അമ്പുന് പനിയും ചുമയും വന്നപ്പോ കാണിക്കാൻ വന്ന ഹോസ്പിറ്റലാ. ഇവിടുത്തെ ഒരു നല്ലൊരു കാര്യം എന്താ പറയുമ്പോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ സ്പേസും. നമ്മള് പിന്നെ വെയിലത്ത് കൊണ്ടിട്ടിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ അറിയേണ്ട ആവശ്യമില്ല. ബൊബുണ്ട്, ബൊബുണ്ട്. കാണിച്ചുതരാവേ, ഞാൻ കാണിച്ചുതരാം. മാവിലെ മാങ്ങയൊക്കെ കായ്ച്ചാണ്. അച്ചാറിടാൻ പറിച്ചോണ്ട് അല്ലേ, അതിന് വന്നയാന്ന് പറയാം. അന്ന് വന്നപ്പോ മാങ്ങ ഉണ്ടായിരുന്നു, പറിച്ചോണ്ട് പോകാൻ വന്നയാന്ന് പറയാം അച്ചാറിടെ. ഇവിടെ എങ്ങനെയാ അപ്പൊ തണലുണ്ടല്ലോ. അപ്പൊ നമുക്ക് തണലത്തിന്റെ വണ്ടി ഇടാം. മാങ്ങ 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 കാണുന്നില്ല, വെയില് കാണുന്നില്ല. മാങ്ങ, ഈ മാംഗോ മാംഗോ വേണോ? ഗൈസ് നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ സേഫ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തു. ഞാനോ? ഞാൻ കരയത്തില്ല. ഞാൻ കരയുന്നില്ലല്ലോ, നീ എന്തിനാ കരയുന്നേ? ഞാൻ കരയുന്നില്ലല്ലോ, നീ എന്തിനാടാ കരയുന്നത്? കൊച്ചിനെ കൂടെ കരയിപ്പിക്കില്ലേ ഇപ്പഴേ? കുഞ്ഞിപ്പെണ്ണിന് കാത്. ഗൈസ് അപ്പൊ നമുക്ക് നല്ല അകത്ത് കയറിയിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് കാത് കുത്താം ഗൈസ്. ഇനി എന്താകും ഏതാകും എന്നൊന്നും അറിയത്തില്ല, നമുക്ക് നല്ല പോയി നോക്കാം. ഒന്നും ചെയ്തില്ലല്ലോ, ഒരു മരുന്നല്ലേ തേച്ചേ? സംഭവന്റെ കാതില് മരുന്ന് തേച്ചേട്ടോ, മരവിക്കാൻ വേണ്ടിയുള്ള മരുന്ന് തേച്ചാൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോണം മാർക്ക് ചെയ്യാൻ. അമ്മ ഇരിക്കത്തില്ല, മരുന്ന് കേൾക്കുമ്പോ ഒരു അമ്മ ഇരുന്നില്ല. അപ്പൊ ഇനി പോയി മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഷൂട്ട് എടാ ഷൂട്ട് ചെയ്യൂലേ മാർക്ക് ചെയ്തിട്ട് പടപെടപ്പ്. മാർക്ക് ചെയ്യുമ്പോ ഇനി അടുത്ത കരച്ചില്ലേ. അമ്പു ഹോസ്പിറ്റലിൽ ഇളക്കി മറിച്ചു കേട്ടോ. ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അതായത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കരഞ്ഞു തുടങ്ങി. മറ്റേ ഹോസ്പിറ്റലിൽ വന്ന് അത് ഇവിടെ തന്നെ വന്ന് മറ്റേ പനി കൂടിയിട്ടാണെങ്കിൽ എല്ലാരും കൂടെ ചേർന്ന് പിടിച്ച് അമ്പു കരഞ്ഞായിരുന്നു. അമ്പു എല്ലാ സിസ്റ്റർമാരെയും നോക്കി വെച്ചിട്ടുണ്ട്, ഇനി വരുമ്പോ കൊടുക്കും എല്ലാവർക്കും. ഗൈസ് അങ്ങനെ കരച്ചിലിനൊക്കെ ഒടുവിൽ അവസാനം അമ്പുവിന്റെ കാത് കുത്തി. നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം അമ്പുവിനെ പിടിക്കണമായിരുന്നു. അത് മാത്രമല്ല ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഗഡ്സില്ലായിരുന്നു ഗൈസ്, വിറയ്ക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ നെഞ്ചാണോ കൈയാണോ കാലാണോ ഒന്നും അറിയത്തില്ല. അമ്പുവിനെ ഞാൻ കാണിക്കാത്തത് കാണിക്കട്ടെ. ഞങ്ങൾ സുന്ദരിയായി ചിരിച്ചു കാണിച്ചു, ഫോണ് ചിരിച്ചു കാണിച്ചു. അതെന്തുവേണം ഊത് ശരിക്കും ബലം പിടിച്ച കാര്യം. എനിക്ക് പിച്ചൊക്കെ കിട്ടിയാൽ പോയി
വെളിയിലൊക്കെ മാങ്കോ ഞാൻ പടിയെ കൊണ്ടിരുത്തി അമ്പുന് ഇങ്കി കൊടുത്തിട്ട് മാർക്ക് ചെയ്തപ്പോ അമ്പു കരഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് അവൾ ഉറങ്ങി വരുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഉറങ്ങിയിട്ട് കൊണ്ട് കുത്താവെന്ന്. പക്ഷെ അതിന് മുമ്പ് വിളിച്ചു. ഈ കാലം ഒത്തിരി ചുമന്ന് നമ്മളോട് പറഞ്ഞത് ഏകദേശം ഒരു 3 മാസം കഴിയാതെ ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ടേക്കുന്ന കമ്മല് മാറ്റരുതെന്നാ കേട്ടോ. ഇപ്പൊ മാറ്റി കഴിഞ്ഞാല് അടഞ്ഞു പോകും. അപ്പൊ അത് കാരണം ഇനി ഒരു 3 മാസത്തേക്ക് വേദന ഇല്ലാത്ത കാതുകുത്താണോ പറഞ്ഞേ. അപ്പൊ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചപ്പോ സിസ്റ്റർ എന്നോട് പറഞ്ഞു പറഞ്ഞാൽ സിസ്റ്ററിന് വേദന എടുക്കും. ആ വേദന ഉണ്ടാവും, കാത് കുത്തിയല്ലേ വേദന ഉണ്ടാവുമെന്ന്. 1-2 ദിവസത്തേക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പെയിൻ ഉണ്ടാവത്തില്ല. അതിനുവേണ്ടി ആ കാത് മരവിപ്പിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ മരവിപ്പിക്കണ്ടായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാലേ ആ കുത്തുന്ന ആ ഒരു ടൈമുള്ള ആ ടൈമിൽ ഇങ്ങനെ ആലോചിച്ചായിരുന്നു, അർച്ചനെ ഇപ്പോഴേ കുത്തണ്ടായിരുന്നു എന്നൊരു ചിന്ത. ഒരമ്മ ദ്രോഹമല്ല ചെയ്യുന്നത്, എന്തിനാ ഇപ്പോഴേ കുഞ്ഞിനെ കുത്തുന്നത്? ഈ ദ്രോഹമൊക്കെ കുഞ്ഞിനോട് ചെയ്യണോ? എത്ര വട്ടം മാർക്ക് ചെയ്തെന്നറിയാം. മാർക്ക് ചെയ്യുന്നു തുടയ്ക്കുന്നു, മാർക്ക് ചെയ്യുന്നു. ഇടയ്ക്ക് സിസ്റ്റർ വന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. എന്താ അറിയോ? കരയല്ലേ കേട്ടോ, ഡോക്ടറിന് ഇഷ്ടമല്ല. അപ്പൊ തന്നെ ഞാൻ തീർന്നു. ഒന്നാമതേ കരയുന്ന കുഞ്ഞ്. അവള് വീട്ടിലാണെങ്കിൽ അവള് ചില്ലാണ്, ഓക്കെയാണ്. വെളിയിലൊരു അറിയാത്ത ഇപ്പൊ എന്റെ കൊച്ചു ഒരു കുഴപ്പമില്ല, സൂപ്പർ സുന്ദരിയാ. അമ്പുനെ മുറുക്കി പിടിക്കാൻ പറഞ്ഞേ, ഞാൻ മുറുക്കി പിടിച്ചിരിക്കുവാ. പക്ഷെ നമ്മള് പിടിക്കുന്ന ഒരു പിടുത്തത്തിലൊരു മയം ഉണ്ടല്ലോ. ഡോക്ടർ എന്താ അമ്മയ്ക്ക് ബലമില്ലേ, അമ്മ മാത്രം പിടിച്ചാൽ പറ്റത്തില്ല, 5-6 പേര് വേണോ പിടിക്കാൻ? ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ. അമ്മ പേടിക്കാതെ അങ്ങോട്ട് പിടിക്കേ, അമ്മ മാത്രം പിടിച്ചാൽ മതി. എന്നിട്ട് മുറുക്കി പിടിക്കാൻ അമ്മനെ മുറുക്കി പിടിച്ചേക്കുമായിരുന്നു അമ്മ. അതേണ്ട അമ്മനെ മുറുക്കി പിടിച്ചത് അമ്മയുടെ കയ്യിലൊക്കെ നോക്ക് പാടായി കണ്ട. ഞാനെല്ലാം മാറ്റി വെച്ച് അമ്പൂനെ അന്ന് പിടിച്ചു വെക്കാൻ എന്തായാലും കുത്താറായി. ഡോക്ടർ ഗണ്ണൊക്കെ എടുത്തു, പിടിവെക്കാൻ പോവാ. ഞാൻ അമ്പൂനെ പിടിക്കുന്ന ഡോക്ടർ ഒരാള് പിടിച്ചാ മതി കേട്ടോ. അതാ പറഞ്ഞേ, അമ്മ തന്നെ പിടിച്ചാൽ മതി, അമ്മ മാത്രം പിടിക്കാൻ. ഡോക്ടർ അതിനുള്ള ഗട്സോ അല്ലെങ്കിൽ അതിനുള്ള പേടിയില്ല. ഇപ്പോഴേ ഒരു കുഞ്ഞുണ്ടെന്നേ ഉള്ളൂ, ഇപ്പോഴും സൂര്യ കണ്ടാ പേടിക്കും. പറയ വേണ്ടി ആ പുള്ളി അങ്ങോട്ട് കയറ്റി പിടിച്ചു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നേരെ വീട്ടിൽ വന്നേ. നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല, കാരണം അമ്പൂനെ അത്ര നേരം നിന്ന് മുഷിപ്പിച്ചു കഴിഞ്ഞാല് അമ്പുവേ അയ്യോ തലമുടിയൊക്കെ ഇരിക്കുന്ന നോക്കി. അമ്പു എത്തി നോക്കുക. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്പൂനെ കാതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു മരുന്ന് തന്നിട്ടുണ്ട്. അടിപൊളി. അമ്പു മാത്രം ഷൂട്ട് നടന്നാ പോലല്ലോ. അമ്പുവേ ഇപ്പൊ അമ്പു ഓക്കെ, പെയിൻ ആയിട്ടൊന്നുമില്ല. കാത് 2 സൈഡ് ചെറുതായിട്ട് ചുമന്നിരുന്നല്ലോ. ഷൂട്ട് ചെയ്ത സമയത്തും വലിയ പെയിൻ ഇല്ലായിരുന്നു. പക്ഷെ എങ്കിൽ അമ്പുന്റെ കരച്ചിലും മൊത്തം ഈ ആൾക്കാർ പിടിക്കുന്നതിലും മരുന്ന് തേച്ചതിലും ഒക്കെ മാർക്ക് ചെയ്തതിലൊക്കെയാണ് കരഞ്ഞത്. അപ്പൊ ഇനി സിസ്റ്റർ പറഞ്ഞത് 2 ദിവസം പെയിൻ ഉണ്ടാവുന്നു. അവളിപ്പോ അറിഞ്ഞിട്ടില്ല, ശരിക്കും പറഞ്ഞ സംഭവം അറിഞ്ഞിട്ടില്ല. സുന്ദരിക്കുട്ടി അയ്യോ, ഡോക്ടറിന്റെ അടുത്തോട്ട് കേറാൻ പോയപ്പോഴത്തേക്ക് അങ്ങനെ വെച്ച് കരഞ്ഞെന്റെ പൊന്നിക്ക്. എനിക്കാണെങ്കിലേ ആ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞേ, ഡോക്ടറിന് പിള്ളേർ കരയുന്നത് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് കുഞ്ഞു കരയാതെ നോക്കണം. അപ്പഴേ ഞാൻ ഫ്ലാറ്റായി. ഇല്ല കരയാതിരിക്കത്തില്ല. കറക്റ്റ് വെളിയിൽ നിന്ന് ഇങ്ങനെ മമ്മ വിളിച്ചുകൊണ്ട് കേറി ഡോക്ടറിന്റെ അടുത്തോട്ട് പോയതും ഇവിടെ കരയാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ അപ്പൊ ഞാൻ വിചാരിച്ചു പക്കോ കുത്തത്തില്ലെന്ന് പറയുമായിരിക്കും. പിന്നെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ഇവളെ പിടിച്ചു വെക്കാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ടൈറ്റ് ചെയ്ത് മുറുക്കി തലയൊന്നും അനങ്ങാതെ പിടിച്ചു വെക്കാന്ന് പറയുന്നത് ഇച്ചിരി ഹെവി റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ ചോദ്യം എന്താ കുഞ്ഞിനെ പിടിച്ചു വെക്കാൻ അമ്മയ്ക്ക് ആരോഗ്യമില്ല. അപ്പൊ ശരി, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടം മറക്കാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ബൈ.